ഈ ഒരു നോവലിന് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാഗത്തിൽ അഭിഷേകയുടെ ജീവിതവും സ്ഥലം മാറ്റവും നെല്ലിയാമ്പതിയിൽ അയാൾ അനുഭവിക്കുന്ന ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പറയണമെങ്കിൽ, രണ്ടാം ഭാഗത്തിൽ ആദ്യത്തെ ഭാഗമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു കഥയാണ് പറയുന്നത്. വളരെ ക്ലീശ ആയിട്ടുള്ള ഒരു കഥാസന്ദർഭമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മടുപ്പോ ഒരു കണക്ഷൻ ഇല്ലായ്മയോ എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു കഥയുടെ അവസാനത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗമായിട്ട് ഈ രണ്ടാമത്തെ കഥയ്ക്ക് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഇനി ഈ ഒരു നോവലിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാണെങ്കിൽ, ഒരു മരണം നടക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടാകുന്ന തെളിവെടുപ്പും കൊലപാതകി ആരാണെന്ന് കണ്ടെത്തലൊക്കെ ചേർന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ആ ഒരു ഭാഗത്തിലേക്ക് ഈ ഒരു കഥ മാറാണ്. ഈ ഒരു നോവലില് ആത്മാവും ഓജവും കൂടെ ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ രീതിയിലേക്ക് മാറുന്നതോടെയാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു നമ്പറിന് ഈ ഒരു കഥയായിട്ട് എന്താണ് ബന്ധം, ഈ ബാങ്കിലൊക്കെ ഇങ്ങനെ ലൈറ്റ് തെളിയാനുള്ള കാരണം എന്താണ്, ഈ മരണങ്ങൾക്കൊക്കെ കാരണം ആരാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു നല്ല ബുക്കാണ് കേട്ടോ അത്. ആദ്യത്തെ നോവലിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ഇതിന്റെ എഴുത്ത് ശൈലി പോയിട്ടുള്ളത്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.